മുടി ഇനി കാട് പിടിച്ച പോലെ വളരും. അതാണ്ട് ഈ ഒരു വെള്ളം തലയിലൊന്ന് തൊട്ടാൽ മതി. ഇതിനു മുമ്പും നമ്മൾ മുടി വളരാൻ വേണ്ടി കുറച്ച് 2 ടിപ്പുകളോളം ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു സാധനം തന്നെയാണ്. അടുത്ത് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും, അതായത് പൂർണ്ണമായിട്ടും ആണെന്നോ പെട്ടെന്നോ കുട്ടികളൊന്നും വ്യത്യാസമില്ലാതെ മുടി കാട് പോലെ വളരാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയോ, ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പം നമ്മൾ ഇന്ന് ഊറ്റി വെക്കുന്ന വെള്ളം നമ്മളതൊരു ഗ്ലാസ്സിലോ വല്ലതും എടുത്ത് മാറ്റി വെച്ചേക്കണം. ഏകദേശം ഒരു 24 മണിക്കൂറിന് ശേഷമേ അത് എടുക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഇതിനകത്ത് ഉലുവ ഇട്ടിട്ടുണ്ട്. അതായത് 24 മണിക്കൂർ ഈ കഞ്ഞോളത്തിൽ കിടന്ന ഉലുവയാണ്. ഇത് ഏകദേശം ഒരു പുളിച്ച രീതിയിലായിരിക്കും, ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. നിങ്ങൾ അതൊന്നും നോക്കരുത്, നമുക്ക് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അടുത്ത വേണ്ടുന്നതെന്ന് പറയുന്നത് ചെമ്പരത്തി പൂവാണ്. എല്ലാവർക്കും അറിയാം, മുടിയുടെ സംരക്ഷണത്തിന് ചെമ്പരത്തി ഏറ്റവും നല്ലതാണ്. പിന്നെ വേണ്ടുന്നത് നമുക്ക് കുറച്ച് തുളസി ഇലയാണ് കേട്ടോ, തുളസി ഇല. പിന്നെ വേണ്ടുന്ന 2 തണ്ട് കറിവേപ്പില. ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ച് നല്ല റിസൾട്ട് ഉണ്ടാവും. മുടി കൊഴിച്ചിൽ നിൽക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ തലയിൽ താരനുണ്ടെങ്കിൽ, താരൻ പോകാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ചേർക്കണം. അത് വേപ്പിലയാണ് കേട്ടോ. അത് താരനുള്ളവർ മാത്രം തേച്ചാൽ മതി, താരനില്ലാത്തവർ തേക്കണമെന്നില്ല. അപ്പം താരനുള്ളവർ ഒരു തണ്ട് വേപ്പിലയും കൂടെ ഇതിനകത്തിടാം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ മിക്സിയിൽ ഈ പുളിപ്പിച്ച കഞ്ഞവെള്ളവും നമ്മുടെ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. ഉലുവ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെമ്പരത്തി പൂവ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെമ്പരത്തി പൂവിൻ്റെ ഈ പറഞ്ഞ പൂമ്പൊടി ഒരു കാരണവശാലും ഇതിലുണ്ടാവരുത്. ചില ആൾക്കാർക്ക് ഇത് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂമ്പൊടി ഒഴിവാക്കിയതിന് ശേഷം ചെമ്പരത്തി പൂ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കറിവേപ്പിലയായാലും തുളസിയിലയായാലും നല്ല വൃത്തിയായിട്ട് കഴുകിയിരിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ വന്ന് മുട്ടയിട്ട് വയ്ക്കാറുണ്ട്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇതിനെ കഴുകിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അതായത് തുളസിയിലയും ഈ പറഞ്ഞ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സത്ത് മുഴുവൻ ഇതിനകത്തായിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുളിക്കുന്നതിന് ഒരു 1/2-3/4 മണിക്കൂർ, ഏകദേശം ഒരു 45 മിനിറ്റ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ 45 മിനിറ്റ് നമ്മളായിട്ട് ചെയ്യരുത്, മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കണം. നമ്മളായിട്ട് ചെയ്താൽ നമുക്ക് ശരിക്കും ഈ തലയൊട്ടിയിലേക്ക് ഇത് പിടിക്കത്തില്ല. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും കൊണ്ട് ഇത് കുറച്ചെടുത്ത് നല്ല തലയൊട്ടിയിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്യണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മസാജ് ചെയ്ത്, ഇപ്പം താരനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ വേപ്പിലിടുന്ന താരനൊക്കെ ഉള്ളതാണെങ്കിൽ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അതിനെ നമ്മുടെ വിരൽ വെച്ചോ എന്തെങ്കിലും ചീപ്പ് വെച്ചോ ഒക്കെ നന്നായിട്ട് ചീവി മസാജ് ചെയ്ത്, ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ ആ മുടി കെട്ടി വെക്കുക. കെട്ടി ഏകദേശം ഒരു 45 മിനിറ്റോളം വെച്ചിരിക്കണം. ഒരു 45 മിനിറ്റിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കണം. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കരുത്, തണുത്ത വെള്ളത്തിൽ തന്നെ ഇത് കുളിക്കണം. കുളിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും ചില സമയത്ത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞവെള്ളത്തിൻ്റെ ഒരു ബാഡ് സ്മെല്ല് തലയിലുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ചെമ്പരത്തി താളി വെച്ച് അതിനെ നന്നായിട്ട് കഴുകിക്കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുകയോ ചെയ്യരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയാം, ഈ മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത്, നല്ല തണുപ്പായിരിക്കുന്ന സമയത്തൊന്നും ഇത് തലയിൽ തേക്കൽ ജലദോഷം പോലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കണം. വളരെ എഫക്റ്റീവായ റിസൾട്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ.